അത് മുതലാണ് വീണ്ടും വ്യാഹൃതി ഒഴിവാക്കിക്കൊണ്ടാണ് സാധാരണ 24 അക്ഷരങ്ങൾ വരുന്നത്. ആ 24 സാധാരണ ജപത്തിന് ഉപയോഗിക്കുന്ന എപ്പോഴും പ്രണവവും വ്യാഹൃതിയും കൂടി ചേർത്തിട്ടാണ്. ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, അല്ലെ പൂജാമുറിയിലിരുന്ന് നമ്മളൊരു പ്രാർത്ഥന പോലെ എന്തെങ്കിലും ഒരു ശ്ലോകം ചൊല്ലുന്നതും മന്ത്രമായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ മന്ത്രശാസ്ത്രത്തിൽ പറയുന്ന മന്ത്രം ഇതൊന്നുമല്ല. ഏതെങ്കിലും ഒരു മൂർത്തിയുടെ അല്ലെങ്കിൽ ഉപാസനയ്ക്ക് വേണ്ടി ചെയ്യുന്ന മന്ത്രങ്ങൾ അത് വേറെ തന്നെയാണ്. അവിടെയാണ് ഗൗരവം വരുന്നത്. ഗുരു ഉപദേശമനുസരിച്ച്, ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജപിക്കുന്ന മന്ത്രങ്ങളുണ്ട്. ഇങ്ങനെ മന്ത്രങ്ങളിൽ തന്നെ ധാരാളം വിഭിന്നമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ചില പ്രത്യേക ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ ചില മന്ത്രങ്ങൾ ജപിക്കുന്ന ഒരു ശീലമുണ്ട്. അതെ അതെ അതെ, അതിപ്പം വളരെ യൂട്യൂബിൽ പ്രസക്തമാണ്. 9 ദിവസം ഈ മന്ത്രം ജപിക്കും, നിങ്ങൾക്ക് കാര്യം സാധ്യമാണ്. അതിനിപ്പോൾ ഗുരുപദേശം വേണോ വേണ്ടയോ എന്നൊക്കെ വളരെ ഒരു ക്ലാരിറ്റി ഇല്ല. ഉപാസന ഉണ്ടോ ഇല്ലയോ, അത് ചെയ്താൽ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ജപത്തിൻ്റെ സംഖ്യയുണ്ട്, അതേപോലെ എത്ര ഒരു ജപിക്കണം, ഓരോ ദിവസവും എത്ര ജപിക്കണമെന്നും. അപ്പോൾ ആസനം തന്നെ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പുലിത്തോല് ജപിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാല, അതിന് പോലും പ്രത്യേകതയുണ്ട്. ശൈവ മന്ത്രങ്ങൾ നമ്മൾ സാധാരണ വൈഷ്ണവ മന്ത്രങ്ങളാണെങ്കിൽ അധികവും ചന്ദനം മാലയാണ് ഉപയോഗിക്കുക. ശാക്തേയമാണെങ്കിൽ അധികവും രക്തചന്ദനം. ഉച്ചേർ ജപോ അധമ പ്രോക്ത. ഉച്ചേർ ജപിക്കുന്ന മന്ത്രം, ഉച്ചത്തിൽ ജപിക്കുന്ന മന്ത്രം അധമമാണ്. ഉപാംശോർ മധ്യമസ്മൃത. ഉപാംശുവായിട്ട് ജപിക്കുന്ന മന്ത്രം, അതായത് നമ്മൾ ചുണ്ടനക്കിയിട്ട് ജപിക്കില്ല. ഞാനിങ്ങനെ ജപിക്കുന്ന സമയത്ത് ദൂരെ ഒരാൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് ഞാൻ എന്തോ ഒരു മന്ത്രം ജപിക്കുന്നുണ്ടെന്നേ അറിയാം, പക്ഷെ അയാൾക്ക് കേൾക്കില്ല. മന്ത്രശാസ്ത്രം തിരുമേനി ബാക്കിലേക്ക് സ്വാഗതം. ഈ മന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്, മന്ത്രത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ വേറൊരു സൈഡിൽ ഭയമുണ്ട്. അതായത് എനിക്ക് ഈ മന്ത്രം ജപിക്കാമോ, ഞാൻ ജപിച്ചാൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാകുമോ. പിന്നെ എല്ലാ പേരും അവരവരുടെ എന്താ പറയുക, എവിടെയെങ്കിലും ആശ്രയം എന്ന് പറയുന്നത് ഒന്നുകിൽ ദൈവത്തിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭയഭക്തിയോടുകൂടി മന്ത്രങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മന്ത്രത്തിൻ്റെ പ്രാധാന്യം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? നല്ലൊരു സബ്ജക്റ്റാണത്. മന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് പൊതുവേ അതെ, ഇന്ന് ഒരു സാധാരണക്കാർ പോലും ഏതെങ്കിലും ഒരു മന്ത്രം ഉപാസിക്കുക അതെ എന്നൊരു ശീലത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതെ. പിന്നെ ഈ ഭയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില മുൻധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭയം വരുന്നത്. പൊതുവെ ഈ മന്ത്രം എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. അപ്പം സാധാരണക്കാർക്ക് ജപിക്കാവുന്ന മന്ത്രം, നമ്മളിപ്പോൾ എല്ലാ പ്രാർത്ഥനകളെയും മന്ത്രം എന്ന് പറയാറുണ്ട്. അതെ. ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, അല്ലെ പൂജാമുറിയിലിരുന്ന് നമ്മളൊരു പ്രാർത്ഥന പോലെ എന്തെങ്കിലും ഒരു ശ്ലോകം ചൊല്ലുന്നതും മന്ത്രമായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ മന്ത്രശാസ്ത്രത്തിൽ പറയുന്ന മന്ത്രം ഇതൊന്നുമല്ല. ഏതെങ്കിലും ഒരു മൂർത്തിയുടെ അതുമായിട്ട് ബന്ധപ്പെടുന്ന മന്ത്രത്തെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദ സമൂഹങ്ങളെയാണ് നമ്മൾ മന്ത്രം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ശിവൻ്റെ ഒരു പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലുന്നു, അതേപോലെ ദേവിയുടെ ഒരു സാധാരണ നമ്മൾ കേട്ടുവരുന്ന അമ്മേ നാരായണ ദേവി നാരായണ ഒരു മന്ത്രം എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന് വലിയ വലിയ തയ്യാറെടുപ്പുകളൊന്നും ആവശ്യമില്ല. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ജപിക്കാം. കുറച്ച് മന്ത്രശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു ഉപാസകന് ചേരുന്ന, അല്ലെങ്കിൽ ഉപാസനയ്ക്ക് വേണ്ടി ചെയ്യുന്ന മന്ത്രങ്ങൾ അത് വേറെ തന്നെയാണ്. അവിടെയാണ് ഗൗരവം വരുന്നത്. പിന്നെ നമ്മൾ ചില പ്രത്യേക കാര്യസാധ്യതയ്ക്ക് വേണ്ടി ജപിക്കുന്ന മന്ത്രങ്ങളുണ്ട്. ചിലർ മോക്ഷത്തിന് വേണ്ടി തന്നെ ഉപാസനയുടെ ആത്മസാക്ഷാത്കാരം എന്നുള്ള ഉദ്ദേശത്തിൽ ഗുരു ഉപദേശമനുസരിച്ച്, ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജപിക്കുന്ന മന്ത്രങ്ങളുണ്ട്. ഇങ്ങനെ മന്ത്രങ്ങളിൽ തന്നെ ധാരാളം വിഭിന്നമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിലുള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ നമ്മൾ പൊതുവെ ചില പ്രത്യേക ആവശ്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ ചില മന്ത്രങ്ങൾ ജപിക്കുന്ന ഒരു ശീലമുണ്ട്. അതെ അതെ അതെ, അതിപ്പം വളരെ യൂട്യൂബിൽ പ്രസക്തമാണ്. 9 ദിവസം ഈ മന്ത്രം ജപിക്കും, നിങ്ങൾക്ക് കാര്യം സാധ്യമാണ്. അതിനിപ്പോൾ ഗുരുപദേശം വേണോ വേണ്ടയോ എന്നൊക്കെ വളരെ ഒരു ക്ലാരിറ്റി ഇല്ല. ഉപാസന ഉണ്ടോ ഇല്ലയോ, അത് ചെയ്താൽ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇങ്ങനെയൊക്കെ ഒരുപാട്. അപ്പോൾ ഈ സാധാരണ പിന്നെ മന്നാൽ ത്രായതേതി മന്ത്ര എന്ന് പറയും. അതെ. അതായത് മന്നം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. പലപ്പോഴും ഇത് ചിലപ്പോൾ ശിക്ഷയാവാറുമുണ്ട്.
മന്ത്രശാസ്ത്രം വളരെ ഗൗരവമായിട്ടാണ് ഈ മന്ത്രങ്ങളെ കാണുന്നത്. അതിന് ഒരു ഗുരു നിർബന്ധമായിട്ട് വേണം. ആ ഗുരുവാണ് നിശ്ചയിക്കുന്നത് ഇയാൾക്ക് ഏത് മന്ത്രമാണ് കൊടുക്കേണ്ടത്, അയാൾക്ക് ഇണങ്ങുന്ന മന്ത്രം ഏതാണ്, അയാളുടെ ഉദ്ദേശമനുസരിച്ചിട്ട് ആ ഉപാസനയ്ക്കാണെങ്കിൽ അങ്ങനെ, പ്രത്യേകിച്ച് ഉപാസനയാണല്ലോ പ്രധാനം. അതെ. ആ ഉപാസന ശക്തിപ്പെടുന്ന സമയത്ത് ഉപാസകന് ആഗ്രഹിക്കുന്നതോ ആദ്യ സ്റ്റേജുകളിൽ അതൊക്കെ തന്നെ വന്നു ചേരുന്നതാണ് സങ്കല്പം. സങ്കല്പമല്ല, അങ്ങനെയാണ് ഉപാസകന്മാരുടെ അനുഭവവും. സാധകന്മാരെങ്ങനെയാണ് അവരുടെ മുന്നോട്ടുള്ള ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് അതനുസരിച്ച് ശാസ്ത്രം പറയുന്നതനുസരിച്ചിട്ടുള്ള, അതിപ്പോൾ എല്ലാ തരത്തിലുമുണ്ട്. ജപത്തിൻ്റെ സംഖ്യയുണ്ട്, അതേപോലെ എത്ര ജപിക്കണം, ഓരോ ദിവസവും എത്ര ജപിക്കണമെന്നും, എന്തിലിരുന്ന് ജപിക്കണം, ആസനം ഏത് സ്ഥലത്തിരുന്ന് ജപിക്കണം. അപ്പോൾ ആസനം തന്നെ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പുലിത്തോല്. നമ്മൾ സാധാരണ ഇപ്പോൾ പായൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ശാസ്ത്രത്തിലേക്ക് അടുക്കും തോറും അതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ടാവും. അപ്പോൾ അത് ഓരോന്നിലിരുന്ന് ജപിക്കുന്നതിനും ഓരോ ഫലങ്ങളുണ്ട്. അതേപോലെ ഇത്ര ജപിക്കുന്നതിന് വ്യത്യാസങ്ങളുണ്ട്. ജപിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാല അതിന് പോലും പ്രത്യേകതകളുണ്ട്. ശൈവമന്ത്രങ്ങൾ നമ്മൾ സാധാരണ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രുദ്രാക്ഷം പോലെയുള്ള ഉപയോഗിച്ചിട്ടാണ് ജപം ചെയ്യാറ്. വൈഷ്ണവം ഉപയോഗിക്കുന്നവരും ഈ പറയുന്ന രുദ്രാക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും. സാധാരണ ഫലം കൂടുതൽ പ്രത്യേകം മന്ത്രശാസ്ത്രം നിർദ്ദേശിക്കുന്നത് വൈഷ്ണവ മന്ത്രങ്ങളാണെങ്കിൽ അധികവും ചന്ദനം മാലയാണ് ഉപയോഗിക്കുക. ശാക്തേയമാണെങ്കിൽ അധികവും രക്തചന്ദനം അല്ലെങ്കിൽ താമരക്കുരുവിൻ്റെ മാല, ഇതൊക്കെയാണ് പ്രത്യേകം നിർദ്ദേശിക്കുന്നത്. കുന്നിക്കുരു കൊണ്ടുള്ള മാല ശാക്തേയ മന്ത്രങ്ങൾക്ക്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേക ഫലങ്ങളുമുണ്ട്. നമ്മൾ പൊതുവേ ഒരു രുദ്രാക്ഷം ജപിക്കുന്നു, അതൊരു അദ്ദേഹം പറഞ്ഞ മന്ത്രശാസ്ത്രത്തിനോട് അടുക്കുന്നതോറും വളരെ അതിലൊരു നിഷ്കർഷ കൂടിക്കൂടി വരും. അപ്പോൾ നമ്മൾ സാധാരണ അതിനകത്ത് തന്നെ വൈദിക മന്ത്രങ്ങളുണ്ട്, താന്ത്രിക മന്ത്രങ്ങളുണ്ട്. ഈ വൈദിക മന്ത്രങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ അത് ഉദാത്ത അനുദാത്ത സ്വരിതമായിട്ട് പ്രജയം ഇങ്ങനെ 4 തരത്തിലുള്ള സ്വരങ്ങളുണ്ട്. ആ സ്വരത്തിൽ ജപിക്കുന്നതാണ് വൈദിക മന്ത്രങ്ങളുടെ ഒരു സ്വഭാവം. തന്നെയല്ല അത് ഉറക്കം ജപിക്കുകയും ചെയ്യാം. നേരെ മറിച്ച് ബീജാക്ഷരങ്ങളൊക്കെ അടങ്ങുന്ന തന്ത്രശാസ്ത്രം നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ടുള്ള മന്ത്രങ്ങൾക്ക് അത് മാനസിക ഉത്തമ പ്രോക്ത, മനസ്സിൽ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഉച്ചേർ ജപോ അധമ പ്രോക്ത, ഉച്ചേർ ജപിക്കുന്ന മന്ത്രം, ഉച്ചത്തിൽ ജപിക്കുന്ന മന്ത്രം അധമമാണെന്ന്. ഉപാംശോർ മധ്യമസ്മൃത, ഉപാംശുവായിട്ട് ജപിക്കുന്ന മന്ത്രം, അതായത് നമ്മൾ ചുണ്ടനക്കിയിട്ട് ജപിക്കില്ലേ. ഇപ്പം ഞാനിങ്ങനെ ജപിക്കുന്ന സമയത്ത് ദൂരെ ഒരാൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് ഞാൻ എന്തോ ഒരു മന്ത്രം ജപിക്കുന്നുണ്ടെന്നേ അറിയുള്ളൂ, പക്ഷെ അയാൾക്ക് കേൾക്കില്ല, എനിക്ക് കേൾക്കാം. അതാണ് ഉപാംശുവായിട്ടുള്ള മന്ത്രം. ആ മന്ത്രജപം അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു രീതിയാണ് മാനസിക ഉത്തമ പ്രോക്ത എന്ന് പറയുന്നത്. മനസ്സിൽ ജപിക്കുന്ന മന്ത്രമാണ് ഏറ്റവും, തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു വഴി അതാണ്. അപ്പോൾ രണ്ടും രണ്ടാണ്. ഈ മന്ത്രം നമ്മൾ ഞാൻ പറഞ്ഞ മന്ത്രം നമ്മൾ പൊതുവെ പറയുമെങ്കിലും ഇപ്പോൾ ഗായത്രി മന്ത്രം, വേദമാതാവായിട്ടുള്ള ഗായത്രി മന്ത്രം ഒരു വൈദിക മന്ത്രമാണ്. എല്ലാവരും ജപിക്കുന്ന ഒരു മന്ത്രം, പൊതുവെ എല്ലാവരും ജപിക്കുന്നുണ്ട്. കോളിംഗ് ബെല്ലിൽ വരെ ആയിട്ടുണ്ട്. അതെ. പൊതുവെ അതൊരു ജനകീയ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും സ്വീകരിച്ചേക്കുന്നൊരു മന്ത്രമാണ്. അതെ. അതിനിടയ്ക്ക് ഈയിടയ്ക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പല സ്ഥലങ്ങളിലും പല പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. ഈ ഗായത്രി മന്ത്രം നമ്മൾ ഈ ചെറുപ്പം മുതലേ എല്ലാവരും ജപിക്കുന്നതാണ്, ഓം ഭൂർഭുവസ്വഹ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് ക്ലോക്ക് വൈസിൽ ജപിക്കുമ്പോൾ വീണ്ടും ഓമിൻ്റെ ആവശ്യം വരുന്നില്ല, ഓംകാരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. എത്രത്തോളം ശരിയാണോ തെറ്റാണോ അറിയില്ല. ഒരുപാട് 2 രീതിയിലും ടോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇത് അത് മുതലാണ് വീണ്ടും വ്യാഹൃതി ഒഴിവാക്കിക്കൊണ്ടാണ് സാധാരണ 24 അക്ഷരങ്ങൾ വരുന്നത്. ആ 24 സാധാരണ ജപത്തിന് ഉപയോഗിക്കുന്ന എപ്പോഴും പ്രണവവും വ്യാഹൃതിയും കൂടി ചേർത്തിട്ടാണ്. പല പല പിന്നെ വരുന്നുണ്ട്, സമ്പ്രദായങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉച്ചാരണ രീതികളിൽ വ്യത്യാസമുണ്ട്. ശരിയാ. പഴയ കാലത്ത് ഈ വേദമന്ത്രങ്ങളൊക്കെ ശിക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്.